തീർച്ചയായിട്ടും ഉമ്മാനോട് ഞാൻ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മാക്ക് നല്ലൊരു മരുവോളം തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പൊ ഇല്ലാത്ത അപ്പ എന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരട്ടെ. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇതാണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഹലോ, നിർഷാദ് VC വ്ലോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ടിക്ടോക്കുകളിലായാലും അതുപോലെ യൂട്യൂബ് ഇന്റർവ്യൂകളിലും ഇൻസ്റ്റഗ്രാം റീൽസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ജാസി ആഷി ജാസി ഇവർ തമ്മിലുള്ളൊരു അവരുടെ വിഷയങ്ങൾ, അവരുടെ റീൽസുകൾ, അവരുടെ ഇന്റർവ്യൂകൾ. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു ഇന്റർവ്യൂ കണ്ടു, ആഷി മാത്രമുള്ളൊരു ഇന്റർവ്യൂ. സാധാരണ ജാസിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ ജാസിയുടെ സാരിത്തുമ്പിലോ പിടിച്ചല്ലാതെ ഒരു ഇന്റർവ്യൂ നമ്മൾ ആഷിൻ്റെത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു ഇന്റർവ്യൂ കണ്ടു, തനിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിലൊരുപാട് കാര്യങ്ങൾ ആഷിയുടെ കുടുംബത്തിനെ പറ്റി, ആഷിയുടെ കുടുംബത്തില് അവസാനമായിട്ട് വന്ന സമയത്ത് ആഷിയുടെ പാസ്പോർട്ട് കുടുംബം പിടിച്ചു വെച്ചു, മൊബൈൽ ഫോണ് അതേപോലെ പേഴ്സൊക്കെ പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടാൽ അറിയാം, ആ ഒരു ഇന്റർവ്യൂക്ക് വ്യക്തമായ സ്ക്രിപ്റ്റ് ആരോ എഴുതി കൊടുത്ത് അതുപോലെ പറയുന്നതാണെന്ന് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടാൽ അറിയാം. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പല കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് ആഷിയുടെ, അതായത് സ്വന്തം ഉമ്മ തന്നെ അതിനെതിരെ പ്രതികരിച്ച് ആ ഇന്റർവ്യൂ കൊടുത്ത അതേ ചാനൽ തന്നെ വേറൊരു ഇന്റർവ്യൂ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഭാഗങ്ങൾ കുറച്ച് കാണാം. ആദ്യം നമുക്ക് ആദ്യം കൊടുത്ത ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതിന്റെ തുടക്കം, ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു തുടക്ക ഭാഗം ഒന്ന് കണ്ടിട്ട് ആഷിയുടെ ഉമ്മ അതിന് തിരിച്ചു കൊടുക്കുന്ന മറുപടിയും നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഉദവിയാണ് പോണത്. സ്വാഭാവികമായിട്ടും അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പ്രണയങ്ങൾ, കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പ്രണയം സ്ത്രീകളോട് തന്നെയായിരുന്നു. പിന്നെ അല്ലാതെ അപ്പൊ ഈ പക്ക സ്ട്രൈറ്റ് അല്ല, അത് സ്വാഭാവികമായിട്ടും ചോദിക്കും, സ്ത്രീകളോട് തന്നെ ആയിരുന്നു എന്നുള്ളത് ചോദിക്കും. കാരണം നീ അങ്ങനെ ഒരാളുമായിട്ടാണല്ലോ ഇപ്പൊ അടുപ്പത്തില്. അപ്പൊ നീ അന്നത്തെ ഒരു കാലത്ത് പെൺകുട്ടികളായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അത് പെൺകുട്ടി തന്നെയാണോ അതോ ആൺകുട്ടിയാണോ എന്നുള്ള ചോദ്യം വരും. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു സംഭവം ഉള്ളി ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും അങ്ങനെ അത്തരത്തിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചേട്ടന്മാരുടെ ഭാഗത്തുനിന്നോ കുടുംബക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ടും. നാട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ആരും പഴയതുപോലെ തന്നെ ഒരു ഇതല്ല. ഞാൻ വേറെ ഏതോ നാട്ടിൽ പോയി, എല്ലാവരും തുറച്ചിട്ട് നോട്ടവും മറ്റൊരു എന്റെ വീടിന്റെ തൊട്ട് പള്ളിയാ, എന്റെ വീടിന്റെ തൊട്ട് പള്ളി. അപ്പൊ വെള്ളിയാഴ്ച ഞാൻ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോൾ പള്ളിക്ക് വരുന്ന ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ തുറച്ച് നോട്ടം. അപ്പൊ നാട്ടിൽ നിൽക്കാൻ ഒരു മൂടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് അവർക്ക് തെറ്റായിരിക്കും. പക്ക ഓർത്തഡോക്സ് രീതി. എടാ, നാട്ടുകാര് അങ്ങനെ അല്ലാതെ പിന്നെ നിന്നെ എങ്ങനെയാണ് കാണുക? നീ നാട്ടിൽ നിന്ന് നല്ലൊരു ആൺകുട്ടിയായിട്ടാണ് നീ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയത്. തിരിച്ചു വരുന്നത് ഈ ഒരു രൂപത്തിൽ വരുമ്പോൾ നാട്ടുകാരും നിന്റെ സുഹൃത്തുക്കളും എല്ലാവരും നിന്നെ വേറെ രീതിയിൽ തന്നെ കാണുള്ളൂ. അതിനൊരു സംശയമില്ല, അതിന് അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ. നീ ഒരു ആണായിട്ട് പോയതല്ലേ, നീ തിരിച്ചു വരുന്നത് ഈ കോലത്തിലാണ്. ജീവിക്കുന്നവരും അങ്ങനെ തുറിച്ചുനോട്ടമാണോ? തുറിച്ചുനോട്ടം മീൻസ് ആദ്യം ഞാൻ ഫസ്റ്റ് ഗൾഫിൽ നിന്നപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം എയർപോർട്ടിൽ വിളിക്കാൻ വരും. ഞാൻ ഒരിക്കൽ ബോട്ടിലെല്ലാം കൊണ്ടുവരും. അതായത് ജാസിയായിട്ട് ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ല, ജാസിയായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ആർക്കും അറിയത്തില്ല ആ സമയത്ത്. അപ്പോ പിന്നെ ആരും പഴയതുപോലെയല്ല, ഫ്രണ്ട്സുകളായിക്കോട്ടെ. അപ്പൊ എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒരാൾ മാറി പറഞ്ഞു, നമുക്ക് ഒരു സങ്കല്പം ഉണ്ടാവില്ല, അവര് എൻ്റെ ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. ആദ്യം മുതലേ അവരിനെ അങ്ങനെ കണ്ടത്, പക്ഷെ അവര് ഒരുപാട് മാറി. മൈൻഡ് സെറ്റ് മൊത്തം മാറി. അവരൊരു ഗ്യാങ് വേറെ, ആ ഒരു സംഭവമായി. പിന്നെ എനിക്കും അവിടെ നിൽക്കാൻ ഒരു മൂടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വരും, ഒരു 10 ദിവസം 5 ദിവസം എല്ലാം വീട്ടിൽ നിൽക്കും, തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു. അവരല്ല മാറിയത്, നീയാണ് മാറിയത്. നീ പോയ സമയത്ത് നീ ഒരു ആണായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. തിരിച്ചു വന്ന സമയത്ത് നീ അവരുടെ സുഹൃത്തുക്കൾ പെട്ട ഒരാളല്ല. അപ്പൊ പിന്നെ അവര് നിന്നെ വേറൊരു രൂപത്തിൽ തന്നെ കാണുള്ളൂ. അതിൽ യാതൊന്നും അത്ഭുതപ്പെടാൻ യാതൊന്നുമില്ല.
ആശയുമായിട്ടുള്ള ഞങ്ങളുടെ ഇന്റർവ്യൂ വലിയ രീതിയിൽ ചർച്ചയായി. അത് ഏകദേശം വലിയ വ്യൂസിലേക്കൊക്കെ പോയി. അത് വലിയ ചർച്ച. അത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളെ വിളിച്ചതും ബന്ധപ്പെട്ടതൊക്കെ. അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? എനിക്ക് നല്ല സങ്കടം വന്ന്. എൻ്റെ കുട്ടി കുറച്ച് സത്യം പറയുടെ ബാക്കി കംപ്ലീറ്റ് അവൻ്റെ രക്ഷകളെന്നാണ് അതിൽ പറയുന്നത്. എനിക്ക് കണ്ടപ്പോൾ നല്ല വിഷമം തന്നെ. അവൻ്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ, സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. അതുവരെ അവൻ വലിയ വന്നാലും സംസാരിക്കൂല. എനിക്ക് പേടിയാണ്. അവനാ സംസാരിക്കുള്ളൂ, ഇപ്പൊ സംസാരിക്കൂല. പക്ഷെ ആദ്യമായിട്ടാണ് അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അവന്റെ ഒരു ഇതിൽ പറയുന്നത് അവൻ അങ്ങനെ ഒന്നും സംസാരിക്കൂല. അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ച എല്ലാം സംസാരിക്കും. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നി. അപ്പൊ ആശിയുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട്, ഈ ആശി പറയുന്ന കാര്യങ്ങളെല്ലാം, ആശി സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അത് ആരോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യങ്ങളാണ് ആശി പറയുന്നതെന്ന് ആശിയുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സംസാരിക്കുന്ന ആളല്ല, അത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല. എന്നാൽ സംസാരിച്ചാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. ഇതൊരു ആരോ പറഞ്ഞു കൊടുത്തതാണ്. ആരോ അല്ല, അത് ജാസി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ പറഞ്ഞതാവും എന്നുള്ളതിന് ആശിയുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട്. ആശി ഇപ്പോ കുറെ കാലങ്ങളായിട്ട് നാട്ടിലുള്ളത് കാരണം പാസ്പോർട്ട് വീട്ടിൽ തന്നെയാണ്. പാസ്പോർട്ട് മൂത്ത ജ്യേഷ്ഠൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെന്ന് ഉമ്മയെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോണോ പേഴ്സോ ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല, പാസ്പോർട്ട് മാത്രം. അത് ഒരു വീട്ടുകാർ അവന് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി, അവന് വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ ഉമ്മ പിന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ള സമയത്ത് വീട്ടിലൊന്നല്ല, കൊച്ചിയിലെവിടെയാണ് ആശിയും ജാസിം ഉള്ളത്. അപ്പോൾ ഇടയ്ക്കെപ്പോഴോ ഉമ്മാക്ക് വിളിച്ചപ്പോൾ ഫഹദിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ, എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് കേൾക്കാം. നിങ്ങളെന്താ എന്താണ് ഫഹദിനെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഫഹദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വേദനയോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു. പാസ്പോർട്ട് തരാം, ഇവിടെ ഉണ്ട്. എന്റെ കൂട്ടുകാരനെ പറഞ്ഞേക്കാം. ഇല്ല, നീ വാ മോനെ, നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം. എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. പാസ്പോർട്ട് പിടിച്ചു വെച്ചിക്കല്ലേ? ഇല്ല, ഞാൻ പിടിച്ചു വെച്ചില്ല. നിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മോനെ, നീ വാ, ഞാൻ തരാമെന്ന്. അപ്പൊ ഇല്ല. അപ്പൊ അവൻ മറ്റവൻ ഫോണ് വെക്കാൻ പറഞ്ഞപ്പോ അവൻ വെച്ച്. പിന്നെ വർത്തമാനോട് പറഞ്ഞത് അവന് എന്താണ് ഒരു അപ്പോ ആശി ഉമ്മാക്ക് കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ പാസ്പോർട്ട് വേണം എന്ന് പറയുമ്പോൾ ഉമ്മ പറയുന്നുണ്ട് പാസ്പോർട്ട് കൂടെ ഉണ്ടല്ലോ, നീ വന്നോ ഞാൻ തരാന്നൊക്കെ പറയുമ്പോൾ ഞാനല്ല എന്റെ സുഹൃത്തിനെ പറഞ്ഞേക്കാന്ന് പറയുമ്പോൾ സുഹൃത്തല്ല, മോൻ വന്നോ, നീ വന്നോ, നീ നേരിട്ട് വാ, ഞാൻ തരാന്ന് പറയുമ്പോൾ അപ്പോ ഈ കോള് ചെയ്യണ സമയത്തൊക്കെ ഈ ജാസി അടുത്തുണ്ട്. അപ്പൊ ഇപ്പൊ ഉമ്മാക്ക് കോൾ ചെയ്യുന്ന സമയത്തും ജാസി അടുത്തുണ്ട്. അപ്പോ അങ്ങനെ വരാൻ പറഞ്ഞപ്പോ ഫോൺ മേടിച്ച് കട്ട് ചെയ്തു എന്നാ പറയും. ജാസി അടുത്തുണ്ട്, ജാസി ഫോൺ മേടിച്ച് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂവില് ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ആ ഞങ്ങളുമായിട്ട് ആശി നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആണ് ഉമ്മ ഇവരെ ഉമ്മാന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ അതിന് പറയുന്നുണ്ട്, അതില് ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് സത്യമാണ്. പിന്നെ അതുപോലെ ഈ പാസ്പോർട്ട് മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞത്, പാസ്പോർട്ട് മേടിച്ചു വെച്ചത് എന്നുള്ളത് മാത്രം സത്യമാണ്. പക്ഷേ മൊബൈൽ ഫോൺ മേടിച്ചു വെച്ചു, അതുപോലെ പേഴ്സ് മേടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പച്ചക്കള്ളാണ് പറയുന്നത്. പാസ്പോർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് ആശിയുടെ മൂത്ത ജ്യേഷ്ഠൻ തന്നെ അത് മേടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെന്ന് ഉമ്മ പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതും സത്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു പ്രണയം ഉണ്ടായിരുന്നു, പിന്നെ കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പച്ചക്കള്ളാണെന്ന് ഉമ്മ പറയുന്നുണ്ട്. അതൊന്നും ഉമ്മ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഉമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പറയാനുള്ള അത്ര നുണകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞു. ഒരു പെൺകുട്ടിനെ പ്രണയിച്ചിട്ടുണ്ട്, അതുള്ളതാണ്. അതാണ് ചെറുപ്രായം, ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു പെൺകുട്ടിനെ, ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിനെ പ്രണയിച്ച് അവത്തിലെത്തിക്കാണ് ഞാൻ അവര് പറഞ്ഞത് ചെയ്തു കൊടുക്കും. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. അത് ഞാൻ സമ്മതിക്കല്ലേ. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കണം. എനിക്ക് 2 ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യമാണ്. ഞാൻ വിടുകയല്ല അത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എൻ്റെ കയ്യിലെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കണില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ് മതം എന്താണ് നോക്കൂ, നമ്മുടെ കൊണ്ടുവരുന്നതിന് ഞാൻ സ്വീകരിക്കും.
അതെന്റെ മോന്റെ ഭാവിയാണ്, എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. മതം ഏതായാലും കുഴപ്പമില്ല അല്ലേ? ഏത് മതമായാലും ഞാൻ എന്റെ കുടുംബത്തെ സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ്. ഇതാരെ അംഗീകരിക്കുക? അവൻ കളി മൂന്നാൾ. അപ്പൊ ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ജാതി മതമൊന്നും നോക്കാതെ ഇതിന് സമ്മതിച്ചു കൊടുത്തിരുന്നു. ഏത് ജാതിയിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിലും അവന് ഇഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിരുന്നു. ഇതൊരാണും പെണ്ണും കെട്ട ഒരാളായതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഉമ്മ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആഷിക്ക് ഒരു 22-23 വയസ്സുള്ള ആ ഒരു സമയത്ത് ഈ ആഷിയുടെ ഉമ്മാന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയായിട്ട് കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരുന്നു. അത് ആഷിക്ക് ഇഷ്ടപ്പെട്ട് ആഷി കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ കുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടി അത് പറഞ്ഞു ഉറപ്പിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ദുബായി പോയിട്ട് ഈ ജാസിയായിട്ടുള്ള ബന്ധം തുടർന്നതിന് ശേഷം ജാസിയാണ് ഈ ഒരു കല്യാണം മുടക്കിയെന്ന് പറയുന്നുണ്ട്. കാരണം ജാസി പല വീഡിയോകളും ആഷിയും ജാസിയും ഒരുമിച്ചുള്ള പല വീഡിയോകളും പല കാര്യങ്ങളും മെസ്സേജുകളൊക്കെ പറഞ്ഞ് ഈ കുട്ടിക്ക് നേരിട്ട് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഈ കല്യാണം മുടക്കിയത് ജാസിയാണെന്ന് ആഷിയുടെ ഉമ്മ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കുറച്ച് കേൾക്കാം. ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവൻ അത് പല വീഡിയോകളും ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞിട്ട് മുടക്കി ജാസി. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ ആഷിയുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട് ജാസി അവിടെ വെച്ച് പല വീഡിയോകളും ഈ കുട്ടിക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ച് ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഈ കല്യാണം, ജാസിയാണ് ഈ കല്യാണം മുടക്കിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉമ്മാക്ക് ഈ ഒരു വാർത്തകളൊക്കെ ഉമ്മ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഉമ്മാക്ക് ഇതിന്റെ സത്യാവസ്ഥകളൊന്നും അറിയില്ല. ആഷിയും ജാസിയും ഒക്കെ അവിടെയാണ് ദുബായിലുള്ള സമയത്ത്. ഇവിടെ നാട്ടിൽ ഇങ്ങനെ പല ആളുകളും പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഉമ്മാക്ക് സത്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഉമ്മ ആഷിക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഇങ്ങനെ ഇവിടെ നാട്ടിലൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആഷി പറയുന്നത് അങ്ങനെയൊന്നുമില്ലമ്മ, അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിവിടെ ഡ്രസ്സിന്റെ വീഡിയോസും അങ്ങനെ ഓരോരോ വീഡിയോസും ഇതൊക്കെ ഷൂട്ടിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ മോനെ എന്താ മോനെ ഇങ്ങനെ കേൾക്കണം. അപ്പൊ അതുമ്മ ഞങ്ങളെ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നു, ഞങ്ങൾ പരസ്യത്തിന് ചെയ്യണം, ഞങ്ങൾ ഡ്രസ്സിന്റെ പരസ്യമാണ്. ഞാനും സത്യം അന്ന കഥ വിശ്വസിച്ചു. പിന്നെ എല്ലാവരും എന്നോട് സുജുമാർ അങ്ങനൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, മോനെ അതിന് വേണ്ട നിൽക്കും. ഇല്ലമ്മ അങ്ങനൊന്നുമില്ല, ഞാൻ വരും എന്ന് പറയും. എന്നോട് ഇന്ന് വരെ ഞങ്ങൾ രണ്ടാളും ലോബിയാണ്, ഞാൻ അവനെ കെട്ടുന്നു ഇന്ന് വരെ തുറന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ ആഷി കൊടുത്ത ഇന്റർവ്യൂവിൽ ഫോണും പേഴ്സും പാസ്പോർട്ടും ഒക്കെ വീട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉമ്മ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് പറഞ്ഞിട്ട് എഴുതിയിട്ട് പോയി. അല്ല, അപ്പൊ അതിന്റെ അകത്ത് കൃത്യമായ ഒരു ക്ലാരിറ്റി കൊടുക്കണം ഉമ്മ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഫോൺ നിലവിൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുവാണോ? അപ്പൊ അത് കള്ളമായിരുന്നു? അത് കള്ളമാണ്. പേഴ്സും ഫോണും അവന്റെ ഇവിടെ വാങ്ങിയിട്ടില്ല. പാസ്പോർട്ട് ഇല്ല, ഫോണില്ല, പേഴ്സില്ല, 3 സാധനമല്ല. ഞാൻ എന്റെ പേഴ്സ് എനിക്ക് വേണം. പാസ്പോർട്ട് ഫോണും വെച്ചോ, എനിക്ക് എന്റെ പേഴ്സ് എന്റെ ചെലവിന്. അപ്പോ ഞങ്ങളോട് ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമായിരുന്നു. പച്ചക്കള്ളമാണ്. അവന്റെ ഫോൺ അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അവനക്ക് പിന്നെ മെസ്സേജ് അയക്കാൻ അവന്റെ കാട്ട് പുറത്തു പോയിട്ട് കുട്ടികളുടെ നെറ്റ് കണക്ട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഈ കയ്യിൽ ഉമ്മ കണ്ടു കാണുമല്ലോ, ഫുൾ കണ്ടു കാണുമല്ലോ, കയ്യിൽ എഴുതിക്കൊണ്ടാണ്, നമ്പർ എഴുതിക്കൊണ്ടാണ് പോയത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. എന്താ പറയുക, ജാസിന്റെ നമ്പർ എനിക്ക് അറിയില്ല, പിന്നെ ഒരു പാർട്ടിക്കാരുടെ നമ്പർ ഞാൻ കയ്യിൽ. ഫോണ് ജസ്റ്റ് എന്നോടൊന്ന് ചോദിച്ച് വാങ്ങിയിട്ട് എഴുതിന്നല്ലേ പറഞ്ഞത്. അതെ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, ഫോൺ അവന്റെ കയ്യിലുണ്ട്. ഫോണില്ല, പേഴ്സില്ല. മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കാനൊന്നും ശ്രമിച്ചില്ല? അല്ല, ജാസിന്റെ നാട്ടിലത്തെ നമ്പർ എനിക്ക് അറിയും, ഫോണിലുള്ള സേവ്. പിന്നെ ഒന്നാമത് എനിക്ക് ഇവിടുത്തെ ഫോൺ ഇട്ടിരിക്കാൻ കഴിയില്ല, ഇവിടുത്തെ സിം ഇല്ല. ഞാൻ പറയുമ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കാൻ കണ്ടോ, എന്റെ ഉച്ചയ്ക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് അതിന്റെ നമ്പറൊക്കെ കഴിയും. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ട് ഫോണിൽ, അതുകൊണ്ട് സിം വരാൻ പറ്റില്ല. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ജാസിയുടെ നമ്പർ ഇവിടുത്തെ നമ്പർ ഇല്ലല്ലോ. ഫോൺ അവന്റെ ഫോണൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ മൊബൈൽ ഫോണും പേഴ്സൊക്കെ ആഷിയുടെ കയ്യിൽ തന്നെയാണ്, പാസ്പോർട്ട് മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഉമ്മ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇവന്റെ ഫോൺ എപ്പോഴോ കണ്ടപ്പോൾ ആ ഫോണിൽ ജാസി അയച്ച മെസ്സേജുകളും വോയിസുകളൊക്കെ കണ്ടപ്പോൾ അതിൽ വോയിസ് എന്തോ കേട്ടപ്പോൾ അതിൽ പറയുന്നുണ്ട് ഉമ്മ അവിടുന്ന് ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉമ്മ കുറേ മെസ്സേജുകളൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നു. ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്തു നോക്കിയാലാണ് ഇവന്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ഉമ്മ എന്താ കണ്ടത്? ഫോൺ കണ്ടത് പറഞ്ഞാൽ നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത്,
ഉമ്മ നിനക്കതിന് മരുന്നിട്ട് തരും. ഉമ്മ എന്ത് വന്നാലും നീ കഴിക്കാൻ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വന്നാളെ, നീ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കൊന്നും വേണ്ട. ഇവനെന്താ വിളിക്കുക, ഇക്ക, അവൻ ഇക്കാന്ന് വിളിക്കും. ഇവ മോളൂസ് ഫോൺ വാങ്ങിച്ചിട്ടില്ല. ഇക്ക മോളൂസ്, അതായത് ജാസി ആഷിനെ ഇക്കാന്നും ആഷി ജാസിനെ മോളൂസ എന്നും വിളിക്കുക. അപ്പൊ അത് ഈ ചാറ്റിൽ കണ്ടതാ ഉമ്മ പറയുന്നത്. അതായത് സ്വന്തം പെറ്റ ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, അതിലെന്തെങ്കിലും മരുന്നൊക്കെ ഇട്ട് തരുന്നു. അപ്പോ എങ്ങനെയും ഈ ഉമ്മായിൽ നിന്ന് ഈ ഒരു മകനെ പറിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ഇവൻ എന്തിനാണ് ഇവൻ ഇങ്ങനെ പേടിക്കുന്നതെന്ന് മനസ്സിലാണില്ല. നമ്മള് പണ്ട് കുറച്ച് മുമ്പ് നമ്മളൊരു ടിക്ടോക്കിലൊക്കെ വീഡിയോസ് കണ്ടിരുന്നു, അടിച്ചു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ പാടായിട്ട് ആശയൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതും നന്നായിട്ട് ഉപദ്രവിക്കുന്ന ആളാണ് ജാസി എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് ഈ ഉപദ്രവം ഇതൊക്കെ സഹിച്ച് ഇവന്റെ കൂടെ നിൽക്കുന്നത്? അതായത് ഈ ആശി എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ ഒരു പുരുഷനാണ്. സാധാരണ ഒരു പുരുഷന്റെ എല്ലാ വികാരങ്ങളും ഒരു പുരുഷൻ തന്നെയാണ്. ഈ ഒരാള് ഈ ജാസിയുടെ ഈ ഒരു വലയിൽ വീഴണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഉപദ്രവിക്കുന്ന ആളാണ്, പല ഉപദ്രവങ്ങളും സഹിക്കുന്നുണ്ട്. എന്തോ ഒരു വലിയൊരു ട്രാപ്പിൽ ജാസി ആശിനെ പെടുത്തിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നുണ്ടാവില്ല ആശിക്ക്. അല്ലെങ്കിൽ പിന്നെ ഈ വീടും കുടുംബവും എല്ലാം ഒഴിവാക്കി ഇവന്റെ ഉപദ്രവവും ഇവന്റെ ചീത്തവിളിയൊക്കെ സഹിച്ച് ഇവന്റെ കൂടെ തന്നെ നിൽക്കണം എന്തിനാണ്? മോളൂസ് ഫോൺ വാങ്ങിച്ചിട്ടില്ല. പിന്നെ അവൻ പോയി കൊച്ചിയിൽ പോയി റൂമൊക്കെ എടുത്ത് പിന്നെ അവന് വിളിയൊന്നുമില്ല. പിന്നെ ഇവര് ഫസ്റ്റ് വന്നപ്പോ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജ അത് എത്ര 40,000 ഉറുപ്പ്യ വെച്ചിട്ട്. എന്ത് പൂജന്ന് എന്നിട്ട് പൂജ അറിയാതെ എനിക്ക് അതിന്റെ പേരൊന്നും കിട്ടൂല. എന്തിനു വേണ്ടിയുള്ള പൂജ? ഇവൻ വനെ വിട്ട് വരാതിരിക്കാൻ. ജാസിനെ വിട്ടിട്ട് ആശി വരാൻ പാടില്ല. അതിനൊരു പൂജ നടത്തിട്ട് കരീഷ്മ കരീഷ്മ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. കരീഷ്മ പറഞ്ഞ പെണ്ണ്. അല്ല, ഞാൻ ചോദിക്കുന്ന പൂജ എന്ന് പറയുമ്പോ ഹിന്ദുക്കളുടെ ആചാരത്തില് അമ്പലത്തിൽ പോയിട്ട് ചെയ്തിക്ക. അങ്ങനെ പൂജയുണ്ടോ? എന്റെ ഒരു ചാത്തനെ കുടി വെക്കുക. അപ്പം ചാത്തൻ അല്ലേ? എനിക്ക് അങ്ങനെ കിട്ടില്ല. കൂടെ തല്ലി. അപ്പൊ ഇവര് കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പൂജയൊക്കെ നടത്തിയിട്ടുണ്ട് ജാസി. അതായത് ആഷി ജാസിയിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ എന്തോ ഒരു പൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടാണ് ഉമ്മാക്ക് മനസ്സിലായത്. പൂജ നടത്തുന്ന ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ് ഉമ്മാക്ക് മനസ്സിലായത്. അപ്പോൾ അത് പിന്നെ ആരോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അതിങ്ങനെ ജാസി ഒരു പൂജ നടത്തിയതാണ്, ആഷി ജാസിയിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ ഒരു പൂജ നടത്തിയതാണെന്ന് പറയുന്നുണ്ട്. തല്ലി പൊട്ടിച്ചിട്ട് ഫോണില്ല. അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മളുടെ ഫോൺ എന്തോ തല്ലി പൊട്ടിച്ച കാര്യം. ഫോണൊന്നല്ല, എത്ര തല്ലി പൊട്ടിച്ചിട്ടുണ്ട് ഈ ജാസി ആശിയുടെ ഫോണ് തല്ലി പൊട്ടിക്കും, അടിക്കും, അടിക്കും ഒക്കെ ചെയ്യാം. ഈ ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെയാ ഉമ്മ എങ്ങനെയാ അറിയുന്നത്? ഒരിക്കൽ അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ആ നന്ദിന്റെ പ്രശ്നത്തിലുണ്ട്, ഇവിടെ മുറി അവിടെ മുറി. അങ്ങനെ കരഞ്ഞിട്ട് എന്നെ വിളിക്കണമോ, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരികയാണോ, ഇങ്ങോട്ട് വായോ ഇങ്ങനെ പറഞ്ഞോ? അതായത് ജാസി എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ് സംസാരിച്ചു. ഞാൻ നന്ദിന്റെ റൂമിലാണ്. അതുകൊണ്ട് നന്ദിനി എന്നെ വിളിച്ചു, അവനെ നല്ല അടിക്കണ്ടുമ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ അവനിക്ക് പാസ്പോർട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു, വിസ കഴിഞ്ഞിരിക്കുകയാണ്, അവൻ നല്ല പ്രശ്നത്തിന്, അതിന്റെ അകത്ത് 1 ഉറുപ്പ്യ പോലും ഇല്ല, നീ എന്തെങ്കിലും സഹായിച്ച് അവനെ കയറ്റി വിടുക. അമ്മ ഞാൻ നോക്കട്ടെ പറഞ്ഞു. ആ റൂമിൽ പോയിനാണ് ഇവൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് അടിച്ചത്. ഇവന് അവിടെ പോയിട്ട് അടിച്ചത്, ഇവിടെ മുറി അവൻ പറഞ്ഞു ഞാൻ അടിക്കല, ഞാൻ കടിക്കുകയാണ് ചെയ്തത്. അവ ഒരൊറ്റ അടി എടുത്ത് ഈ കണ്ണിങ്ങനെ കറങ്ങിച്ചു. ഇവിടെയൊക്കെ പാടൊക്കെ വന്നല്ലേ. ഞാൻ ചോദിച്ചു, മോനെ നീ ഇങ്ങനെ അടി കൊള്ളുണ്ടല്ലോ, നീ ഒരാളുടെ അടി കൊള്ളുന്ന ആളാണോ? നീ ഒരാൾ അടിച്ച് അവനെ നീ തിരിച്ചടിക്കണ ആളല്ലേ, നീ എന്ത് ഇവന്റെ അടി കൊള്ളുന്നത്? ഞാൻ കൊടുക്കുമോ? ഞാൻ കൊടുത്തു പറഞ്ഞ അവനെ കൊടുത്തു. ഈ ഒരു സംഭവമാണ് നമ്മൾ പണ്ട് ടിക്ടോക്കിലൊക്കെ കണ്ട ഒരു സംഭവം. അതായത് മുഖത്തും അവിടെയും ഇവിടെയൊക്കെ കടി കിട്ടിയൊക്കെ പാടൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ആശി ചെയ്തിട്ട് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ കണ്ടിരുന്നു ആ ഒരു വീഡിയോ. അതിനെ കുറിച്ചാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്തിനാണ് ഇതൊക്കെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെയോ ഇപ്പോഴും പിന്നെ ജാസിയുടെ കൺട്രോളിലാണ് ആഷി എന്നുള്ളതിന് ഒരു സംശയമില്ല. അവന്റെ സംസാരങ്ങളും ഒരു നടത്തും, ഒരു ഒറ്റക്ക് ആശി അങ്ങോട്ടും പോകുന്നതും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതൊന്നും ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അതായത് ജാസിയുടെ കൺട്രോളിലാണ് ആശി. അങ്ങനെ ഒരു കൺട്രോളിൽ വരണം എന്നുണ്ടെങ്കിൽ, ഈ ജാസി എത്രയും പേടിക്കണം എന്നുണ്ടെങ്കിൽ
അതിനെന്തെങ്കിലും ഒരു തക്കതായ കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ട്രാപ്പിൽ ജാസി പെടുത്തിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരാളെ, ഒരു വ്യക്തിയെ പേടിക്കേണ്ട ആവശ്യം എന്താ? സ്വന്തം കുടുംബത്തിനെയും സ്വന്തം ഉമ്മയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരാളെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം എന്താ? കളഞ്ഞിട്ട് പോരാലോ, സ്വന്തം കാര്യം നോക്കി പോരാലോ. അപ്പൊ എന്തോ ഒരു വലിയ ട്രാപ്പിൽ ജാസി ആശയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് അത് വീഡിയോ എടുത്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അല്ലായിരുന്നു എന്റെ സത്യം. അതില് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇവിടൊക്കെ വെച്ചതും ലിപ്സ്റ്റിക് വെച്ചിട്ടുള്ള മേക്കപ്പ് തന്നെയായിരുന്നു അത്. ഇത് കണ്ടാൽ അറിയാം, ഇത് ആദ്യം പറഞ്ഞ് പ്ലാൻ ചെയ്തു വന്നതാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതിന് ഇങ്ങനെ ഒരു ആൻസറേ കൊടുക്കാൻ പാടുള്ളൂ. അത് ലിപ്സ്റ്റിക് ഒക്കെ വെച്ച് അതൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളതേ പറയാൻ പാടുള്ളൂ എന്നുള്ളത് ആശിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും നമുക്ക്. അത് ജാസി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണെന്നുള്ളത്. വെച്ചാല് ഇങ്ങനെ മോനെ എന്തിനാ അതിനൊക്കെ നിക്കണ പറഞ്ഞ ഫോണ് പിടിച്ചു വരിക്കും. അപ്പൊ നല്ല അനാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാസി ഒരു ദിവസം കരഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാടാ, നീ എന്തിനാട് അവിടെ താങ്ങിട്ട് നിക്കണ്, ഇവിടെ വന്നാലും നിനക്കൊരു കൈത്തൊഴിലുണ്ട്, കഴിയും നല്ല ബേക്കറി പണി എടുക്കും, മിച്ചറിന്റെ മുറുക്കിന്റെ വാപ്പാന്റെ പണി അങ്ങനെ എടുക്കും. ഒരു കമ്പനി ഇട്ടാ നമുക്ക് വാ, നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പെടാലോ, പിന്നെന്താണ് വാ നീ ഇങ്ങോട്ട്, ഇവിടെ ജീവിക്കാൻ നമുക്ക്. ഇപ്പൊ ദുബായി പോയിട്ട് തന്നെ ജീവിക്കണം എന്നില്ലല്ലോ, നീ ഇങ്ങോട്ട് വാടാ. വിടില്ലടി, നീ ആരാടി ചോദിക്കാൻ, അവനെ ഞാൻ വിടൂലടി. പിന്നെ വേറെ വാക്കൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞിട്ട് വിളിക്കും, വേറെ ഓരോ അനാവശ്യങ്ങളും ഇനി വിളിക്കും. ഞാനപ്പൊ ഇങ്ങനെ ഇരുന്നോടെ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മോൻ കയറി വന്നു. എന്റെ മോൻ കയറി വന്നപ്പോ എന്താ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇന്നെ ജാസി ഇങ്ങനെയൊക്കെ വിളിച്ചു മോനെ എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞ്, ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ കേട്ടിട്ട് നിന്നില്ലേ, നിങ്ങളുടെ മോൻ അത് കേട്ടിട്ട് നിന്നില്ല, മുഖത്തൊക്കെ ഒന്ന് കൊടുക്കണം, ആരുടെ നീ വിളിക്കണ് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടാ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് തന്നെയാണ്, എന്തോ ഒരു ട്രാപ്പിൽ ജാസി പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ദുബായിൽ നിന്ന് ഉമ്മാക്ക് പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ജാസി എന്നെ ഉപദ്രവിച്ചു, എങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞു ഉമ്മാനോട് സങ്കടം പറയുന്നു. അപ്പൊ ഉമ്മ പറയുന്നു, ഇങ്ങോട്ട് കയറിപ്പോര്, നീ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാലോ, അവിടെ തന്നെ നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജാസി എടുത്തിട്ടുണ്ട്. ജാസി ഫോണ് മേടിച്ചിട്ട് അങ്ങനെ ഞാൻ അവനെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ്, എടി പൊടി എന്നൊക്കെ പറഞ്ഞ് പല അനാവശ്യങ്ങളും ഉമ്മാനെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇത് കേട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സംസാരിച്ച് ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ മകൻ അകത്തോക്ക് കയറി വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ഉമ്മ കരയുന്നത്? അപ്പൊ ജാസി ഇങ്ങനെയൊക്കെ എന്നെ ചൂടായി, എന്നോട് ദേഷ്യപ്പെട്ടു, എന്നോട് അനാവശ്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ ജ്യേഷ്ഠൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. സ്വന്തം ഉമ്മാനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട ഒരാൾ സംസാരിക്കുമ്പോൾ ഉമ്മാന്റെ ആ മകൻ അത് കേട്ടുകൊണ്ടിരുന്നില്ലേ? അത് കേട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം നീ എൻ്റെ ഉമ്മാനോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചവിട്ടത്തെ അടിച്ച് ഇട്ട് ഒഴിവാക്കി പോരല്ലേ വേണ്ടത്. അത് ഈ വലിയ മകൻ പറഞ്ഞ ആ ഒരു വാക്കതാണ്. അതന്നെയല്ല ആ മകൻ ചെയ്യേണ്ടത്. സ്വന്തം ഉമ്മാനെ ഇങ്ങനെ ചീത്ത വാക്കുകളും മോശപ്പെട്ട രീതിയിലും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖത്തെ അടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോരന്നെയാണ് വേണ്ടത്. അതല്ലേ വേണ്ടത്. അത് ഈ വലിയ മകൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇങ്ങനെ വിളിക്കും. അവനെ ഇവരെ പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ, അവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ അത് പിന്നെ ഓരോന്ന് ഒരു വീഡിയോ കണ്ടപ്പോ എന്തെങ്കിലും അവനെ ഉണ്ടാക്കുമല്ലോ, അവൻ കൊണ്ടനാണ്, ഇവൻ കൊണ്ടനാണ്, നല്ലപോലെ ജീവിച്ചൂടെ എന്നൊക്കെ പറയണ്ടല്ലേ. അതിന് ഇവൻ ഫഹദിനെ പറഞ്ഞിരിക്കുന്നു. ഫഹദ് അങ്ങത്താനല്ല, ഫഹദിന്റെ നാട്ടിൽ പോയ അന്വേഷിച്ചു. ഫഹദ് നല്ലൊരു മനുഷ്യനാണ്. ഫഹദ് കല്യാണം കഴിച്ചിരിക്കുന്ന രത്തിങ്കാനി എന്നൊരു പെൺകുട്ടിയാണ്. അവന്റെ കുടുംബം അവൻ നല്ല നോക്കുന്നുണ്ട്. അവൻ നല്ലൊരു മനുഷ്യനാണ്. അവൻ പറയണ്ടേ, എനിക്ക് ഉമ്മാനോട് ഇപ്പൊ ഇതൊന്നും കേട്ടിട്ട് ഒരു ഇതില്ല, എനിക്ക് എൻ്റെ ഒരു ഉമ്മ ഉണ്ട്, ഉമ്മാന്റെ വിഷമം കണ്ടിട്ടാണ് അതൊക്കെ കേൾക്കുന്നത്. നന്ദിനി പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായി ഉമ്മ പറഞ്ഞു. ഞാൻ തന്നെ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അല്ലാണ്ട് ഫഹദ് അങ്ങനത്തെ ഒരുത്തൻ. ഫഹദിനെ കുറിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫഹദിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ആശ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ ഫഹദ് ഇങ്ങനെ ഒരാളാണ്, മോശപ്പെട്ട ഒരാളാണ്, ഒരു ഹോമോസെക്ഷൽ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫഹദിനെ കുറിച്ച് ചെയ്തിരുന്നു. അപ്പൊ അത് ഉമ്മാനോട് ചോദിക്കണം എന്താണ് ഫഹദിനെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ ഉമ്മക്ക് നല്ല അഭിപ്രായമാണ്. ഉമ്മ ഫഹദിനായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരാളാണെന്ന് മുമ്പും പറയുന്നുണ്ട്. കാര്യങ്ങൾ സങ്കടങ്ങളൊക്കെ ഈ ആഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫഹദിനെ വിളിക്കാറുണ്ട്. ഈ ഫഹദ് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും, അതായത് കൂടുതൽ ഇത്രയും മോശമായിട്ട് ഒരാളെങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് അതിൽ നിന്നൊന്ന് പിന്മാറട്ടെ എന്ന് കരുതിയിട്ടാവും ഫഹദ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അതാണ് പിന്നെ ആഷിയുടെ ഉമ്മയും പറയുന്നത് അതാണ്. അപ്പൊ ഉമ്മാക്കും ഫഹദിനെ കുറിച്ച് മോശം അഭിപ്രായമൊന്നുമില്ല.
ഉമ്മയും പറയുന്നത് ഫഹദ് നല്ലൊരു മനുഷ്യനാണ്, ഇങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് ഫഹദ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ട് ആശി അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഫഹദിനെ കുറിച്ച് എന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. ഇവര് ഫസ്റ്റത്തെ വരെ പ്രണയം തുടങ്ങണ പാടും എൻ്റെ വലിയ മോനിക്ക് വിളിച്ചിട്ട്, അപ്പൊ എന്നെ വിളിക്കാനേ പോണില്ലല്ലോ, വിളിച്ചിട്ട് വലിയ മോനോട് പറഞ്ഞ് സുജിക്ക എനിക്ക് ആശിനെ വിട്ടു തരണം, എന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ എഴുതിത്തരാം, എനിക്ക് ആശിനെ വിട്ടു തരണം. അപ്പോൾ സുജി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്വത്തും വേണം മുതലും വേണം, എനിക്ക് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടെ വേണം, എനിക്ക് എന്റെ മുതല് വേണം. എങ്ങനെ ജാസിയുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തരാം, ആശിനെ മാത്രം മതി, ആശിനെ വിട്ട് എനിക്ക് പിരിയാൻ പറ്റൂല, ഞങ്ങൾ കൊടുത്താലും ഒന്നിനും മറ്റൊരു കൊടുക്കൂല. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കൊടുക്കും, ഇതൊരു പെണ്ണ. അപ്പൊ ജാസി ആശിയുടെ വലിയ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറയണല്ലോ, എന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ ഞാൻ എഴുതി തരാം, എനിക്ക് ആശിനെ മാത്രം മതി, ആശിനെ എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞ് ആശിന്റെ വലിയ ജ്യേഷ്ഠന് ജാസി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആശിയുടെ ജ്യേഷ്ഠൻ പറഞ്ഞു സമ്മതിക്കൂല, ഞങ്ങൾ വിട്ടു തരൂല എന്ന് തീർത്തു പറഞ്ഞു. അവിടെ പ്രശ്നമൊന്നും. അപ്പം ഞാൻ ഈ കൂട്ടുകാരനെ കുളിക്കും, എൻ്റെ മോനെ അവിടെ, അപ്പോൾ അവിടെ ഭയങ്കര അടിയും വെക്കാമെന്ന് പറയും. 3-4 ഇവർ കൂട്ടുകാർ, ഒരു റൂമിൽ 4 ഇവർ 3 പേരായിരുന്നു. അവർ നല്ല ഫ്രണ്ടാണ്, എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. ഇവൻ എന്ന് ഇവരുടെ കൂടെ കൂടി ആ 2 ചെക്കന്മാരെയും പിരിപ്പിച്ച് ഇവർ 2 ഒറ്റക്ക് റൂമിലായി. അപ്പോൾ ഇവരുടെ കാര്യങ്ങളായില്ലേ, അങ്ങനെ ആക്കിയിട്ട് ആ 2 പേരും പിരിപ്പിച്ച്. എന്നും അടിയും വെക്കണമാണ്. ഇവനിക്കൊരു സ്വഭാവമുണ്ട്, തിന്നാൻ കൊടുക്കൂല. ആഷിക്കിന് മുഖത്ത് നോക്കിയിരുന്നു തിന്നും. ഇതൊക്കെ ഇവ എന്നോട് പറഞ്ഞതല്ല, എന്നോട് പറയില്ല, ഞാൻ അമ്മല്ലേ. ഇവന്റെ കൂട്ടുകാരികളോടും പെങ്ങന്മാരോടൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട്. ഇവന് ഏറ്റവും അധികം ഷെയർ ചെയ്യണ ആരോട് അവരിനോട് പറഞ്ഞു. ഇവിടെ നിന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കം. അതായത് ഇവര് 3 പേര് ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ, ആ ഒരു റൂമിലേക്കാണ് ഈ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നത്. അത് നമുക്ക് പണ്ട് ആ ടിക്ടോക്കിലെ വീഡിയോസ് ഒക്കെ കണ്ടാലറിയാം, അവരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതും. അന്ന് താടിയും മീശയൊക്കെ വെച്ചിട്ട് നല്ലൊരു ചെക്കനായിരുന്നു, ഒരു ചെറിയൊരു ഇതുണ്ട് എന്നല്ലാതെ താടിയും മീശയൊക്കെ ഉണ്ടായിരുന്നു ജാസിക്ക്. ഇവരുടെ കൂട്ടത്തിൽ വന്ന് അങ്ങനെ റൂമുകളിൽ പ്രശ്നങ്ങളായി ഈ 2 പേരെ അടിച്ചാട്ടി വിട്ട് പിന്നെ ഇവർ 2 പേരുമായി. അവിടുന്നാണ് ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, അടിയായി പിടിയായി. പിന്നെ എന്തോ ഒരു ട്രാപ്പിൽ ജാസി ആശീനെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ സഹിച്ചിട്ടും ഈ വീടും കുടുംബമൊക്കെ വിട്ടിട്ടും അവനെ വിടാതെ നടക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ട്രാപ്പ് ഉണ്ട്. എന്റെ പെങ്ങന്മാരും അറിയൂ. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്റെ പാസ്പോർട്ട് വേണം, ഞാൻ വരികയാണ്, അല്ല എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു. ആ വാ മോനെ, ഞാൻ പാസ്പോർട്ട് തരാം, എനിക്ക് പോകണം, എന്റെ ജീവിതം നിങ്ങളാ പാഴാക്കി പറഞ്ഞു. ഞങ്ങൾ നിന്റെ ജീവിതം പാഴാക്കിയിട്ടില്ല, നീയായിട്ട് നിന്റെ ജീവിതം പാഴാക്കിയതാണ്. ഒരു 20 വയസ്സിലാണ് അവൻ ഇവിടുന്ന് പോയത്. നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് അവൻ പോയത്. നല്ല ഡീസൻ്റായി പൈസ കറക്റ്റായി അയക്കും, വരുമ്പോ നല്ല ഇതിൽ തന്നെ വരിക. അവൻ വന്ന അവിടെ ഒരു പെരുന്നാൾ തന്നെയാണ്. ഈ ഏട്ടനും ബാപ്പി ഞങ്ങളുടെ കുടുംബം നല്ല പോലെ തന്നെ ആയിരുന്നു. ഉണ്ടോ ആ ഒരു ദുബായിൽ പോണ സമയത്തൊക്കെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, കുടുംബത്തിനോടും ഒക്കെ നല്ല സ്നേഹമുള്ള, ജ്യേഷ്ഠനിയന്മാരോടൊക്കെ നല്ല സ്നേഹമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. പോകുന്ന സമയത്ത് ഒരു 20 വയസ്സ് വരെ, ഒരു 20-22 വയസ്സ് വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നു. അവിടെ പോയി ഈ ഒരു ജാസി എന്ന് പറഞ്ഞൊരാളായിട്ടുള്ള അതിന് ശേഷമാണ് ആൾ ഇത്രയും മോശമായത്. അതുവരെ വീട്ടിലേക്ക് എന്താവശ്യത്തിനും, അതായത് ഈ ആശിയുടെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, അതിന് വേണ്ട ഹോസ്പിറ്റൽ ചെലവ്, വീട്ടിലത്തെ ചെലവ്, എന്തിനും പൈസ പറയുന്നതിന് മുമ്പ് ജ്യേഷ്ഠന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു കൂട്ടായതിനു ശേഷം വീട്ടിലേക്ക് പൈസ അയക്കുന്നില്ല. അത് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം പൈസ അയക്കും. അങ്ങനെ ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇവന്റെ സ്വഭാവം, ഇവന്റെ രീതികളും, ഇവൻ ആരും വേണ്ടാതെയായി. ഇവന് ഉമ്മ വേണ്ട, കുടുംബം വേണ്ട, ഉപ്പ വേണ്ട. ഉപ്പ സുഖമില്ലാതെയായി, ക്യാൻസർ എന്തായിട്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് കിടന്നൊക്കെയാണ് മരിച്ചു പോകുന്നത്. അപ്പൊ ഉപ്പാക്ക് അവന് അതുവരെ ഉപ്പാനെ സഹായിച്ചിരുന്നു, ഉപ്പാനെ നോക്കിയിരുന്നു. പിന്നെ ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, കുടുംബം വേണ്ട, ആരും വേണ്ടാതെ അതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഉമ്മ കരയുന്നത്. അപ്പൊ ആ ഒരു കണ്ണീരിന്റെ വില അത് ഏതെങ്കിലും ഒരു കാലത്ത് ആശി നിന്റെ നേരെ തിരിയും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നടക്കാൻ പറ്റണ്ടോ? എനിക്കൊരു കല്യാണം വീട്ടിൽ പോയ ആഷിക്കിന്റെ അമ്മ, ആഷിക്ക് എന്താ അങ്ങനെ, എല്ലാവരും അത് ചോദിക്കണവരുള്ളൂ. ഇന്നും നമുക്കൊരാളുടെ മുഖത്ത് നോക്കാൻ പറ്റണമെന്നല്ല. ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഇത് പറയണവരുള്ളൂ. എന്ത് നല്ലൊരു മോനായിരുന്നില്ലേ, എന്ത് നല്ലൊരു മോനാണ്, ഇങ്ങനെ പോയി പെട്ടില്ലേ,
ഇങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഞാനൊരു കല്യാണത്തിനും പോകില്ലല്ലോ. ഇപ്പോൾ പാപ്പ മരിച്ചതിന് എവിടെയും പോകണില്ല. ഇപ്പോൾ ഒഴിയാത്ത കുടുംബങ്ങൾ മാത്രം പോകണുള്ളൂ. എനിക്ക് മടിയാണ്. എന്താ പറയുക, നമ്മളറിയാൻ തുടങ്ങിയില്ല ആഷിക്കിൻ്റെ ഉമ്മ. ആഷിക്കിനെ എല്ലാവർക്കും അറിയുമല്ലോ. അപ്പം ആഷിക്കിൻ്റെ ഉമ്മ പറയുമ്പോൾ നമുക്ക് മടിയാണ്. എന്താ സത്യല്ലേ? ആഷിക്കിന്റെ ഉമ്മ എന്ന് നാട് മുഴുവൻ, കാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവരുടെ ഡാൻസും കൂത്തും പാട്ടും ഇവരുടെ ഓരോരോ വ്ളോഗുകളും എല്ലാം നാട് മുഴുവൻ ഉണ്ട്. അപ്പൊ ഈ ഉമ്മമാർക്കും ഇവരുടെ ബാക്കിയുള്ളവർക്കും ഒക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ? ഇവനൊരു സാധാരണ ചെറുപ്പക്കാരനാണ്. ആ ഒരാള് പെട്ടെന്ന് അവിടെ പോയിട്ട് വേറെ രീതിയിൽ ഇങ്ങനെ ഒരാളായിട്ട് റിലേഷൻ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം. ഇപ്പൊ ഈ ഉമ്മ പറയുന്നത് കേട്ടില്ലേ, ഒരു കല്യാണത്തിന് പോകാൻ കഴിയില്ല, പുറത്തെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പോകാൻ കഴിയില്ല. അവിടെയൊക്കെ ചോദ്യങ്ങൾ വരികയാണ്, ആശിയുടെ ഉമ്മ എന്ന് പറയാണ്. അങ്ങനെ ലോകം മുഴുവൻ എല്ലാവരും അറിഞ്ഞ കാര്യമല്ലേ? എന്താ അവൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ച ഉമ്മാൻ്റെ അടുക്കളയിൽ ഞാൻ വരുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുതെന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടവനെ, എല്ലാ സമാധാനമൊക്കെ തരട്ടെ എനിക്ക്. ഞാൻ മരിച്ച എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എൻ്റെ മയ്യത്ത് മോറ് കാണാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത ബന്ധം അപ്പം വേണ്ട. അപ്പോൾ ഒഴിവാക്കി വരട്ടെ, എല്ലാം ഒഴിവാക്കി വന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എൻ്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിൻ്റെ 3 മക്കളാണ്. എനിക്കത് ആരിനോടും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പറയാൻ പറ്റുമോ? എൻ്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ ആഷിക്ക് ഇങ്ങനെയാണ്, ആഷിക്ക് അങ്ങനെയാണ്? എൻ്റെ വേദനവരോട് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റും? പൊന്നുമോനെ ആശി, ഈ ഒരു പെറ്റ ഉമ്മയുടെ ഒരു കണ്ണീര് കാണാതെ പോയാൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിനക്ക് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അതിൽ നിന്ന് ഒഴിവായി ഈ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഗുണം പിടിക്കില്ല. അത് നീ മനസ്സിലാക്ക്. സ്വന്തം ഉമ്മ മരിച്ചു കിടന്നാൽ ആ മയ്യത്ത് കാണാൻ പോലും എൻ്റെ മോനെ അനുവദിക്കരുത്. ഇതിൽ നിന്ന് ഒഴിവായി എൻ്റെ മോൻ തിരിച്ചു വരാതെ ഞാൻ മരിച്ചു കിടന്നാൽ പോലും എൻ്റെ മയ്യത്ത് പോലും കാണിക്കരുത് എന്നാ ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഉമ്മാൻ്റെ നെഞ്ച് തകർന്നുകൊണ്ടുള്ളൊരു വാക്കാണ്. ആ ഒരു വാക്ക് നീ കണ്ടില്ലെന്ന് നടിച്ചാൽ നീ എന്ത് തന്നെ ചെയ്താലും നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. അത് നീ മനസ്സിലാക്കി നീ തിരിച്ചു വാ. നിനക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് നീ തിരിച്ചു വാ, നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.